എല്ലാവർക്കും നമസ്കാരം. ഫെബ്രുവരി മാസ രാശിഫലങ്ങളെയാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ചന്ദ്രനെ കൂടാതെ ബുധൻ, ചൊവ്വ, ശുക്രൻ, സൂര്യൻ എന്നീ ഗ്രഹങ്ങൾ ഈ മാസം രാശി മാറുന്നുണ്ട്. ഇതിൽ ബുധൻ മാസം തുടങ്ങുമ്പോൾ ധനുക്കൂറിൽ നിന്ന് മകരത്തിലേക്കും പിന്നീട് 20-ാം തീയതി മകരത്തിൽ നിന്ന് കുംഭത്തിലേക്കും രാശി മാറുന്നുണ്ട്. ഈ മാറ്റങ്ങളൊക്കെ മേടം മുതൽ മീനം വരെയുള്ള 12 കുറുകൾ ജനിച്ച വ്യക്തികൾക്ക് നൽകാൻ പോകുന്ന അനുകൂലവും പ്രതികൂലവുമായ ഫലങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. രാശിഫലങ്ങൾ പൊതുഫലങ്ങളാണ്. ഓരോ വ്യക്തിയുടെയും ജാതകരീതിയിൽ നടക്കുന്ന ദശാപഹാരങ്ങൾക്കനുസരിച്ച് ഇതിൽ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യത്തെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊള്ളുന്നു. ശരി, എന്നാൽ നമുക്കിനി ഫെബ്രുവരി മാസ രാശിഫലങ്ങളിലേക്ക് കിടക്കാം. കുംഭക്കൂറിൽ ജനിച്ചവരുടെ ഫെബ്രുവരി മാസ രാശിഫലങ്ങളെ നോക്കാം. രാശിയധിപനായ ശനി കുംഭത്തിൽ സഞ്ചരിക്കുന്നത് മൂലം വലിയ രീതിയിൽ ദോഷഫലങ്ങൾ ഉണ്ടാവുകയില്ലെങ്കിലും ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും കുറച്ച് തടസ്സവും താമസവും ഒക്കെ ഉണ്ടാകും. വ്യാഴത്തിൻ്റെ 3-ാം ഭാവസഞ്ചാരവും അനുകൂലമല്ലെങ്കിലും വ്യാഴദൃഷ്ടി മൂലം ചില കാര്യങ്ങൾക്ക് അനുകൂല ഫലങ്ങൾ ലഭിക്കുന്നതാണ്. 5-ാം തീയതി മുതൽ 12-ൽ ചൊവ്വ സഞ്ചരിക്കുന്നതിനാൽ തൊഴിൽപരമായ കാര്യങ്ങൾക്ക് വേണ്ടി പണം ചെലവഴിക്കേണ്ടതായി വരും. ശുക്രൻ മാസം തുടങ്ങുമ്പോൾ ലാഭസ്ഥാനത്തിൽ സഞ്ചരിക്കുന്നതിനാൽ വരുമാനം അധികരിക്കും. എങ്കിലും ശുക്രനും 12-ാം തീയതി മകരത്തിലേക്ക് മാറിയതിനു ശേഷം ചെലവുകൾ അധികരിക്കുന്നതാണ്. അതുപോലെ ബുധനും ഈ മാസം 20-ാം തീയതി വരെ 12-ലാണ് സഞ്ചരിക്കുന്നത്. അതും അത്ര നല്ലതല്ല. അങ്ങനെ പല ഗ്രഹങ്ങളും ഈ മാസം ചെലവുകളെ സൂചിപ്പിക്കുന്ന 12-ൽ സഞ്ചരിക്കുന്നതിനാൽ വരുമാനത്തിനേക്കാൾ ചെലവുകൾ അധികരിക്കുന്ന ഒരു മാസമായിരിക്കും ഇത് എന്ന് തന്നെ പറയാം. പക്ഷേ പഠനകാര്യങ്ങൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ജോലി സംബന്ധമായോ വിദേശത്ത് താമസിക്കുന്നവർക്ക് 12-ാം ഭാവം വിദേശത്തെയും സൂചിപ്പിക്കും എന്നതിനാൽ ദോഷഫലങ്ങൾ പൊതുവെ കുറവായിരിക്കും. ഈ മാസം 26, 27, 28 ഈ തീയതികളിൽ ചന്ദ്രൻ അഷ്ടമരാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ പുതിയ കാര്യങ്ങൾ ചെയ്യുന്നത് ഒഴിവാക്കുന്നതും വാഹനങ്ങൾ സഞ്ചരിക്കുമ്പോൾ ജാഗ്രത പാലിക്കുന്നതും നല്ലതാണ്. മൊത്തത്തിൽ നോക്കുമ്പോൾ വരുമാനത്തേക്കാൾ ചെലവുകൾ അധികരിക്കുന്ന ഒരു മാസമായതിനാൽ കഴിവതും അനാവശ്യമായ ചെലവുകളെ ഒഴിവാക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞുകൊണ്ട് കുംഭക്കൂറിൽ ജനിച്ചവർക്കായുള്ള ഫെബ്രുവരി മാസ രാശിഫലങ്ങളെ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ മീനക്കൂറിൽ ജനിച്ചവരുടെ ഫലങ്ങളെപ്പറ്റി നോക്കാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.